ഹായ്, ഞാനൊരു ആക്റ്റീവ് ഇൻവെസ്റ്ററാണ്. എന്താണ് ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്നാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. ഒന്ന് ലോങ് ടൈം ഇൻവെസ്റ്റിംഗ്, അതല്ലാന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ്. സോ ഇത് രണ്ടും അല്ലാത്ത മൂന്നാമതൊരു മെത്തേഡാണ് ഈ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. സ്വിംഗ് ട്രേഡിംഗിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നോർമലായിട്ട് നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്. കമ്പനികളിലെ ചാർട്ട് പാറ്റേണുകളും അവരുടെ ടെക്നിക്കൽ അനാലിസിസും നോക്കിയതിന് ശേഷം അതിൽ എൻട്രി എടുക്കുക, അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് 10%, 20% ആ ഒരു രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാണ് നമ്മൾ നോർമലി സ്വിംഗ് ട്രേഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അവിടെ നോക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. അതേപോലെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ മെയിനായിട്ട് കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കിയതിന് ശേഷം ഒരുപാട് വർഷത്തേക്ക് 3, 4, 5 അല്ലെങ്കിൽ 10, 15 വർഷത്തേക്ക് നമ്മൾ ആ കമ്പനികളെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഇതിന്റെ രണ്ടിനും കൂടെ ഒരു മിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് സ്വിംഗ് ട്രേഡിംഗ് പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസത്തേക്കോ ചിലപ്പോൾ ലോങ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ലോങ് ടൈമിലേക്ക് ചിലപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കും. ഒരു ദിവസം തൊട്ട് ചിലപ്പോൾ നമ്മൾ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ചിലപ്പോൾ ഒരു കമ്പനി ഹോൾഡ് ചെയ്തിരിക്കാം. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയില്ല. ഈ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫണ്ടമെന്റൽസ് ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. നമുക്ക് അതേപോലെ തന്നെ ചാർട്ട് നമ്മുടെ ഒരു കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എൻട്രി എടുക്കാനായിട്ടോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ടോ ഒന്നും ഈ ചാർട്ടിലുണ്ടാകുന്ന പാറ്റേൺസോ അല്ലെങ്കിൽ ചാർട്ടിലെ പ്രൈസ് മൂവ്മെന്റ് നമ്മളെ അത് ബാധിക്കാറില്ല. കാരണം അതിൽ നിന്ന് എത്രയും ഡിറ്റാച്ച്ഡ് ആകാൻ പറ്റുമോ അത്രയും ഡിറ്റാച്ച്ഡ് ആകുമ്പോഴാണ് നമ്മൾ നല്ലൊരു ആക്റ്റീവ് ഇൻവെസ്റ്ററായി മാറുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ടെക്നിക്കലിനെ ഒഴിവാക്കിയതിന് ശേഷം ഫണ്ടമെന്റൽസ് ആണ് ഇതിനകത്ത് നോക്കുന്നത്. ഒരു കമ്പനി ഫണ്ടമെന്റലി സ്ട്രോങ് ആവുകയും അതിന്റെ കൂടെ തന്നെ അതിന്റെ ബിസിനസ് പെർഫോമൻസ് വളരെ നന്നായിട്ട് നിൽക്കുകയും അതേപോലെ പീർസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്ന കമ്പനികളെ നമ്മൾ ട്രാക്ക് ചെയ്യും. അതിനുശേഷം അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഫീൽ ചെയ്തതിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ കമ്പനികളെ ആക്റ്റീവായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ നമ്മൾ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ആക്റ്റീവ് എന്ന് പറയുന്ന വേർഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിലും മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഗ്രോത്ത് കിട്ടുന്ന കമ്പനികൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് സ്മോൾ ക്യാപ്പ് കമ്പനികളോ അല്ലെങ്കിൽ അതേപോലെ ചെറിയ ചെറിയ കമ്പനികളിലാണ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെ നമ്മൾ ഡെയിലി ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ കമ്പനികളെയും ഡെയിലി ഒരു തവണയെങ്കിലും ആ കമ്പനികളിൽ നടക്കുന്ന അപ്ഡേറ്റുകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് തേർഡ് പാർട്ടി ആപ്പുകളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ന്യൂസ് ചാനലുകളോ അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമില്ല. കമ്പനി എക്സ്ചേഞ്ചിന് കൊടുക്കുന്ന എല്ലാ ഡേറ്റയും നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക, അല്ലാത്തതിന് നമ്മൾ ഉപേക്ഷിക്കുക. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തേർഡ് പാർട്ടി ന്യൂസുകളും കാര്യങ്ങളൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും കമ്പനികളുടെ എല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിബാഗേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ രീതിയിലുള്ള റിട്ടേൺസ് ആണ് നമ്മൾ ഈ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗിലൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു ഫിക്സഡ് ആയിട്ട് ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടിയാൽ എക്സിറ്റ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കമ്പനി എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, എത്ര കാലം അതിന്റെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, അത്രയും കാലം ആ കമ്പനിയെ നമ്മൾ ഹോൾഡ് ചെയ്യും. ഒരുപക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ തന്നെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്യൂസ് കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബിസിനസിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇന്റേണലി സംഭവിച്ചാലും എക്സ്റ്റേണലി സംഭവിച്ചാലും, അതായത് ഇപ്പം കമ്പനിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയോ അതല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫാക്ടറീസ് ഇപ്പോൾ താരിഫ് പോലത്തുള്ള ഫാക്ടേഴ്സ് വന്നിട്ട് അങ്ങനെ ആ രീതിയിലോ ഇതിന്റെ ബിസിനസിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ടമെന്റലി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനികളിൽ പിന്നീട് വെയിറ്റ് ചെയ്യില്ല. സോ ആക്റ്റീവ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ സെല്ലിംഗ് എന്ന് പറയുന്നത്. സെല്ല് ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു മടിയും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരു പക്ഷേ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒക്കെ ട്രാക്ക് ചെയ്ത കമ്പനി, അതേപോലെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന നമുക്ക് നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും. പക്ഷേ നമുക്കത് കമ്പനി എപ്പോഴാണോ അത് മോശമാണെന്ന് തോന്നുന്നത് ആ സെക്കൻഡ് നമ്മൾ അതിന് എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് എല്ലാം നമുക്ക് ഒരുപക്ഷെ നഷ്ടമാവുകയും അതേപോലെ തന്നെ നമ്മുടെ ലോസിൽ നമ്മുടെ ക്യാപിറ്റലിൽ തന്നെ നഷ്ടമാവുന്ന സാധ്യത വരെ ഉണ്ടായേക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതുപോലത്തെ ചെറിയ റിസ്ക് കൂടിയ കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഹൈ റിസ്ക് ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹൈ റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. സ്വിംഗ് ട്രേഡിംഗിൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുറഞ്ഞ പീരീഡിൽ നമ്മൾ ചെറിയ ചെറിയ റിട്ടേൺസ് ആണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ചിലപ്പോൾ പീരീഡ് കുറവായിരിക്കും, ചിലപ്പോൾ പീരീഡ് കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ എടുക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഹൈ റിട്ടേൺസ് ആയിരിക്കും. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ എടുക്കുന്ന പോലത്തെ റിട്ടേൺസ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. അതേപോലെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ലോങ് ടൈമിലേക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ പിന്നീട് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ എമൗണ്ട് കയ്യിലേക്ക് ഫണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആകുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഈ സ്റ്റോക്കിലേക്ക് ചിലപ്പോൾ ആഡ് ചെയ്തിരിക്കാം. പക്ഷേ സ്വിംഗ് ട്രേഡിംഗിൽ അങ്ങനെ പൊതുവിൽ ആൾക്കാർ ചെയ്യാറില്ല. അതേപോലെയാണ് ഈ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റിലും നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി കമ്പനികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ബൈ പ്രൈസിന് നമ്മൾ ഇത്രയിൽ ബൈ ചെയ്തു, ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ എനിക്ക് കിട്ടിയെന്ന് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് എമൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കമ്പനി പെർഫോം ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ കമ്പനികളിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഞാൻ ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് നല്ല രീതിയിൽ കമ്പനികൾ എല്ലാ ക്വാർട്ടറിലും റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളിൽ കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്യും, മോശമായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ് ചെയ്യാറ്. ഈ രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനികൾ നമ്മൾ റിവാർഡ് ചെയ്യണം. അതേപോലെ തന്നെ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളിൽ നമ്മൾ എക്സിറ്റ് ആവുകയും ചെയ്യണം. ഈ ഒരു രീതിയിൽ കമ്പനികളെ ആക്റ്റീവായിട്ട് ട്രാക്ക് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എല്ലാം ആക്റ്റീവായിട്ട് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനെ റിവാർഡ് ചെയ്യുക, അതേപോലെ മോശമായിട്ട് പെർഫോം ചെയ്യുന്നതിനെ എക്സിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് സെല്ല് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്.
അപ്പോൾ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോകളിൽ സംസാരിക്കാം. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.